സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ജനുവരി 11, 2026 ദനഹ 2-ാം ഞായർ. വചനഭാഗം യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. രചന ജോസ് തട്ടിൽ. ഈശോ ആയിരിക്കുന്നവൻ. ഈശോ വെളിപാടിൻ്റെ പൂർണ്ണതയാണ്. അവിടുന്നാണ് പിതാവിനെ വെളിപ്പെടുത്തിയത്. യഹൂദരോടുള്ള സംഭാഷണത്തിനിടയിൽ ഈശോ തൻ്റെ ദൈവിക വ്യക്തിത്വം വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ ദൈവമാണ്. ദൈവം മനുഷ്യരൂപം പൂണ്ടതാണ്. പിതാവിനെക്കുറിച്ചുള്ള തൻ്റെ വെളിപ്പെടുത്തൽ മനസ്സിലാക്കാത്ത യഹൂദരോട് ഈശോ പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ തന്നെ എന്ന പ്രയോഗം ദൈവനാമത്തെ സൂചിപ്പിക്കുന്നു. ഈശോയിലൂടെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു. മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ എന്ന പ്രയോഗം കുരിശിലുള്ള ഉയർത്തലിനെയും അതോടൊപ്പം ഉദ്ധാനത്തെയും സൂചിപ്പിക്കുന്നു. മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് ഈശോ തൻ്റെ വെളിപ്പെടുത്തലുകൾ പൂർത്തീകരിച്ചത്. ഈശോയുടെ മരണവും ഉദ്ധാനവും അവിടുത്തെ ദൈവത്വം വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. ഈശോയുടെ ഉദ്ധാനം ദൈവിക ശക്തിയുടെ അടയാളം എന്നതിലുപരി ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹം വെളിപ്പെടുത്തുന്ന അടയാളമാണ്. അതായത് ദൈവത്തിന് പുത്രനായ ഈശോയോടും ഈശോയ്ക്ക് പിതാവിനോടും അതോടൊപ്പം ദൈവത്തിന് മനുഷ്യനോടുമുള്ള സ്നേഹത്തിൻ്റെ അടയാളം. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പരമകാഷ്ഠയാണ് കുരിശുമരണത്തിലും ഉദ്ധാനത്തിലും കാണുന്നത്. മിശിഹായുടെ വെളിപ്പെടുത്തലുകൾക്ക് പിതാവ് മുദ്ര ചാർത്തിയതാണ് ഉദ്ധാനം. ലോകത്തിൻ്റെ പ്രകാശം. ദനഹ തിരുനാളിൽ നാം സഭയിൽ യേശു ക്രിസ്തുവിൻ്റെ മാമോദീസയിലൂടെ തൃത്വം വെളിപ്പെട്ടതിനെയും ലോകത്തിൻ്റെ പ്രകാശമായി അവിടുന്ന് ഉദിച്ചുയർന്നതിനെയും അനുസ്മരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിണ്ടിപ്പെരുന്നാളും രാഹുളി പെരുന്നാളും നമുക്കേറെ പ്രിയപ്പെട്ടതായി മാറി. വിശ്വാസികൾ എല്ലാവരും ദൈവജനം മുഴുവനായും പ്രകാശത്തിൻ്റെ മക്കളാണെന്ന് പുതിയ നിയമം വ്യക്തമാക്കുന്നു. അവൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പഴയ നിയമത്തിൽ പ്രകാശം മൂലമുണ്ടാകുന്ന ഫലങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ പുതിയ നിയമത്തിൽ പ്രകാശം ലഭിച്ചവർക്കുള്ള ഉത്തരവാദിത്വത്തിനാണ് പ്രാധാന്യം നൽകുക. പ്രകാശം അന്ധകാരത്തിനെതിരെയുള്ള യുദ്ധത്തിൽ ആയുധമായി ഉപയോഗിക്കാൻ പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതുവഴി പ്രകാശത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനും മനുഷ്യരാശിയുടെ മേൽ പ്രകാശം ചൊരിയുവാനും ക്രൈസ്തവന് സാധിക്കും. പ്രകാശം ക്രിസ്തുവിലാണെന്ന സത്യം പുതിയ നിയമം ശക്തിയുക്തം പ്രഘോഷിക്കുന്നു. യേശു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുന്നത് അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷയാണ് എന്ന അർത്ഥത്തിലാണ്. ഈ പ്രകാശം സുവിശേഷത്തിലൂടെയാണ് ജനതകൾക്ക് ലഭ്യമാകുക. ക്രിസ്തുവിൻ്റെ വരവോടുകൂടി രാത്രിയിൽ ഉണ്ടാകാത്ത പുതിയ യുഗം ഉദയം ചെയ്തിരിക്കുന്നു. അന്ധകാരം രണ്ടു വിധേന സംഭവിക്കാം. പ്രകാശം ലഭിക്കാതിരിക്കുന്നതിനാലും പ്രകാശത്തിൽ നിന്ന് മുഖം തിരിക്കുന്നതിനാലും. ഇതിൽ രണ്ടാമത്തെ അവസ്ഥ പിശാചിൻ്റെ പ്രവൃത്തിയായതിനാൽ ഇതിൽ നിലനിന്നാൽ നിത്യനാശമായിരിക്കും ഫലം. വെളിപ്പെടുത്തുന്ന ദൈവം. ദൈവത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. പുറപ്പാട് ഗ്രന്ഥത്തിൽ മോശയോട് പറയുന്നു, നീ എൻ്റെ മുഖം കണ്ടുകൂടാ, എന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. പഴയ നിയമത്തിലും ഗ്രീക്ക് ചിന്തയിലും ദൈവത്തെ ആർക്കും നേരിട്ട് കാണാനാവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ യോഹന്നാൻ ശ്ലീഹ പറയുക യേശുവിലൂടെ ദൈവത്തെ കാണാമെന്നാണ്. ദൈവം തന്നെയായ ഏകജാതനായ ക്രിസ്തു തന്നിൽ തന്നെ പ്രത്യേകതയുള്ളവനാണ്. യേശു മാത്രമാണ് ദൈവത്തെ മനുഷ്യരിലേക്കും മനുഷ്യരെ ദൈവത്തിലേക്കും എത്തിക്കുക. അതോടൊപ്പം യേശു ദൈവം തന്നെയാണ്. നിരന്തരം പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്നയാളുമാണ്. ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ. ദൈവവുമായി ഒന്നായിരുന്നുകൊണ്ട് യേശു ലോകത്തിന് പിതാവിനെ വെളിപ്പെടുത്തുന്നു. അകലെയായിരുന്ന, അറിവില്ലാതിരുന്ന, കാണാൻ പറ്റാത്ത, എത്തിച്ചേരാൻ പറ്റാത്ത ദൈവം യേശുവിലൂടെ മനുഷ്യരിലേക്ക് എത്തുന്നു. യേശുവിലൂടെ ദൈവം മനുഷ്യന് സുപരിചിതനാകുന്നു. പിതാവിനെ പൂർണ്ണമായും ലോകത്തിന് വെളിവാക്കുകയാണ് മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം. നിത്യതയിൽ വചനമായി ദൈവത്തോടൊത്തായിരുന്നവൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ നാളിതുവരെ ദൈവസങ്കല്പങ്ങൾ തിരുത്തി എഴുതപ്പെടുകയായിരുന്നു. അതുവരെയും അവിടുന്ന് വചനമായിരുന്നപ്പോൾ കേൾവിയുടെ മാത്രം വിഷയമായിരുന്നു. എന്നാൽ മനുഷ്യാവതാരത്തിലൂടെ ദൈവം മനുഷ്യൻ്റെ കാഴ്ചയുടെ വിഷയമായി തീരുന്നു. ഇനിമേൽ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കാണാം. ഒരമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി വളർന്ന് ശിശുവിൻ്റെ സർവ്വ ദൈന്യതയോടും കൂടി പിറക്കുന്ന ദൈവത്തെ കാണാം. കൈകളിലെടുക്കാം, താലോലിക്കാം.
ജെറുസലേം ദേവാലയത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നത് കൃപാസനത്തിന് മുകളിൽ നിഴൽ വീഴ്ത്തുന്ന ദൈവമഹത്വമായിരുന്നു. മാംസം ധരിച്ച മനുഷ്യപുത്രനിൽ യോഹന്നാൻ അപ്പസ്തോലൻ കാണുന്നത് കൃപയും സത്യവും നിറഞ്ഞ ഏകജാതന മഹത്വമാണ്. ദൈവം മനുഷ്യനായി പിറന്നത് ദൈവത്തിൻ്റെ കരുതലും കാരുണ്യവുമാണ്. മനുഷ്യനായി പിറന്നവനിൽ ദൈവത്തെ കാണാൻ കഴിയുന്നതാണ് രക്ഷയുടെ അടയാളം. മനുഷ്യാവതാരത്തിലൂടെ ദൈവം നമ്മുടെ ശരീരങ്ങളെ മഹത്വമണിയിച്ചു. ദൈവിക മഹത്വമാണ് ക്രിസ്തുവിൽ വെളിവായത്. കർത്താവിൻ്റെ ഭൗമിക ജീവിതത്തിൽ കാനായിലെ അത്ഭുതം മുതൽ കുരിശുമരണം വരെ ആ മഹത്വം തെളിഞ്ഞു നിന്നു. ദൈവഹിതം നിറവേറ്റുന്നതിന് വേണ്ടി സ്വയം മരണത്തിന് സമർപ്പിച്ച കാൽവരി ബലിയിലാണ് ആ മഹത്വം ഏറ്റവും അധികം പ്രകാശിച്ചത്. മനുഷ്യാവതാരത്തിലൂടെ വചനമായ ദൈവം പ്രവൃത്തിയായി മാറി. ഈ പരിവർത്തനം മനുഷ്യനിൽ എത്തുമ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിലേക്ക് വരാനാണ്. വാക്കുകളേക്കാൾ നാം പ്രവൃത്തികളിലൂടെ സുവിശേഷം പ്രഘോഷിക്കണം. അപ്പോൾ നമ്മിലൂടെ മറ്റുള്ളവർ ദൈവമഹത്വം ദർശിക്കും. വാക്കുകൾ കൊണ്ട് ദൈവത്തെ വിളിക്കുന്നവനല്ല, പ്രവൃത്തികൾ കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശി. മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളാകണമെന്നാണ്. അതായത് വചനം മാംസമാകണം. അപ്രകാരം ദൈവമഹത്വം നമ്മിലൂടെയും ലോകമെങ്ങും ദർശിക്കാനിടവരട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ ദനഹ നമ്മിലൂടെയും പൂർത്തിയാകട്ടെ.